കുട്ടിക്കാലത്ത് പെരിങ്ങളം വയൽ ചന്തയിൽ വാപ്പച്ചിൻ്റെ കൂടെ പോയ കാലം ഓർമ്മയുണ്ട്. അങ്ങനെയാണ് ഈ പോരുന്ന ബൈക്കിൽ ഒരു കാർണിവൽ കാണാൻ വേണ്ടി പോയത്. കാർണിവലിൽ പോയപ്പം എല്ലാ കാർണിവലിലുള്ള കാഴ്ചകളൊക്കെ തന്നെയുള്ളൂ. ഇപ്പം അങ്ങനെയാണല്ലോ, പുതുമകളൊന്നുമില്ല. പക്ഷെ അവിടെ ചെന്നപ്പോൾ പുതുമയുള്ളൊരു സംഭവം കണ്ടു. ഈ ജ്യോതി മുട്ടായിയും പിന്നെ ഈ നാരങ്ങ മുട്ടായിയും. മധുരമൊക്കെ ഒഴിവാക്കണമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും ഞാൻ പതിയെ ഇത് വാങ്ങി. ഈ യാത്രയിൽ ഞാൻ ഈ ജ്യോതി മുട്ടായി ഇങ്ങനെ ചവച്ചരിഞ്ഞു കൊണ്ടുവന്നിരിക്കുമ്പം ഈ ജ്യോതി മുട്ടായി എന്നോട് ഒരുപാട് കഥകൾ പറഞ്ഞു. ദശോത്സവം ആഘോഷിക്കുന്ന, ശതോത്സവം എന്നറിയില്ല, 100ാം വാർഷികം ആഘോഷിക്കുന്ന ഞങ്ങളുടെ സ്കൂളിലേക്ക് എന്നെ ഈ ജ്യോതി മുട്ടായി ഇതിൻ്റെ ഓരോ അനുഭൂതികളും എന്നെ കൊണ്ടുപോയി. ഓർമ്മയുണ്ട്, അന്ന് ക്ലാസ് വിട്ട് ഒരിടവേള വന്നു കഴിഞ്ഞാൽ ഒരു ഓട്ടമാണ് ഞങ്ങളെ ദേവേശേട്ടൻ്റെ കഥയിലേക്ക്. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഇന്നത്തെ ഡയറി മിൽക്കിനേക്കാളും അന്ന് ഞങ്ങൾക്ക് മാധുര്യമുള്ള ഈ ജ്യോതി മുട്ടായി ഞങ്ങൾ നുകരാറുള്ളത്. അവിടെ ചെന്നാൽ ദേവേശേട്ടൻ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും, പല കാര്യങ്ങളും പറയും, ഒരുപാട് ചിരിക്കും. ദേവേശേട്ടൻ ഞങ്ങൾക്ക് ആരായിരുന്നു എന്ന് പറഞ്ഞുകൂടാ. ഒരച്ഛനായിരുന്നു, ഒരു അധ്യാപകനായിരുന്നു, ഒരു സുഹൃത്തായിരുന്നു, അല്ല എല്ലാം ചേർന്ന ഒരാളായിരുന്നു എന്നറിയില്ല. ദേവേശേട്ടൻ ഇന്ന് ഞങ്ങളുടെ കൂടെ ഇല്ല. ഇത്രയും മാധുര്യമുള്ള ഓർമ്മകൾ സമ്മാനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവൻ കൂടെ ബാക്കിയാക്കാന്ന് പറഞ്ഞാൽ ദേവേശേട്ടൻ്റെ ജീവനോടുണ്ട്. ആ 7ാം ക്ലാസ്സും ഇന്നും ജീവനോടുണ്ട്. 7C ഞാൻ പഠിച്ചത്. 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും ഒക്കെ ഒരു അനുഭൂതിയായിരുന്നു. ഒരുപാട് ഓർമ്മകളിലൂടെ ഇങ്ങനെ പോയി. 7C പിന്നെ മറ്റെല്ലാ ക്ലാസ്സുകളിലും ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ സഹപാഠികൾ ഓരോരുത്തരായി ഞാൻ ഓർത്തു. അന്ന് കാട്ടിക്കൂട്ടിയ കുസൃതികൾ ആലോചിച്ചു, നൊസ്റ്റാൾജിയ. പിന്നെ പതിയെ ഇനി വരാനിരിക്കുന്ന സ്കൂളിൻ്റെ 100ാം വാർഷികത്തെക്കുറിച്ച് ആലോചിച്ചു. അന്ന് വീണ്ടും ഞങ്ങൾ ഒത്തുകൂടുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. അന്നത്തെ അധ്യാപകരെക്കുറിച്ച് ആലോചിച്ചു. അന്ന് വായിച്ച യുറീക്കയുടെ താളുകൾ ഇങ്ങനെ പോയി മറിയുന്നത് കണ്ടു സ്കൂളിൽ നിന്ന്. അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരുപാട് ക്ലാസ്സുകളുണ്ടാകുമായിരുന്നു ഞായറാഴ്ച. അന്ന് ഒരുപാട് വർണ്ണശബളമായിട്ടുള്ള അലങ്കാരങ്ങൾ നിറഞ്ഞ ആ ക്ലാസ്സുകൾ ഓർമ്മയിലേക്ക് വന്നു. USS LSS പരീക്ഷകൾ എഴുതിയത് ഓർമ്മ വന്നു. നൊസ്റ്റാൾജിയ. വീണ്ടും ഒരിക്കൽ കൂടി ഈ ഒരു സ്കൂളിലെ പല വിദ്യാർത്ഥികളും സംഗമിക്കുമ്പം ഓർക്കാനും പറയാനും ഒരുപാടുണ്ടാവും. ഓർമ്മകളും പറയാനുള്ളതുമെല്ലാം എന്നും ജീവനോടെ നമ്മുടെ തലയിലുണ്ട്. ഒരു സ്ട്രോക്കോ എന്തെങ്കിലുമൊക്കെ വന്നാൽ മാത്രമേ അത് അപ്രത്യക്ഷമായിപ്പോളൂ, അത് ഇറേസ് ചെയ്ത് പോകുള്ളൂ, അല്ലാതെ അവിടെ തന്നെ ഉണ്ടാവും. ഇന്നലെ എന്നോ കഴിഞ്ഞ ദിവസങ്ങളെന്നൊന്നും പറഞ്ഞുകൂടാ. എന്നോ ഉള്ള എൻ്റെ കുട്ടിക്കാലത്തിന് ഈ ഒരു മണിക്കൂറിൻ്റെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. അത്രയേറെ ഓർമ്മകൾക്ക് നല്ല കാര്യമുണ്ട്. അന്ന് ഇന്നും കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അവിടെ കാണാൻ ആഗ്രഹിച്ചവർ ഒരുപാട് കണ്ടെത്തിയവരുണ്ട്. എല്ലാം ആലോചിക്കുമ്പം വല്ലാത്തൊരു സംഗീതം പോലെ മനോഹരമാണ് ജീവിതം. ഓർമ്മകളിൽ കയറി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം മനോഹരമായ ഓർമ്മകളിലേക്ക്. അതിനുവേണ്ടിയുള്ള മെറ്റാഫറുകളായിട്ട്, ഉപമകളായിട്ട് ഇതുപോലെ പലതൊക്കെ വരും. വെറുതെയാണ് ഈ മുട്ടായി വാങ്ങിയത് എന്ന് ആയിപ്പോയില്ല, വെറുതെ ആയില്ല അത്. ആ നൊസ്റ്റാൾജിയ, ആ സുഖം, അതൊരു സുഗന്ധമാണ്. നൊസ്റ്റാൾജിയകൾ, മനോഹരമായ ഓർമ്മകൾ നമ്മുടെ മനസ്സിന് നമ്മൾ ചാർത്തിക്കൊടുക്കുന്ന, നമ്മൾ പൂശിക്കൊടുക്കുന്ന മനോഹരമായ സുഗന്ധങ്ങളാണ്. സൗഹൃദത്തിൻ്റെയും അറിവിൻ്റെയും എല്ലാം സുഗന്ധങ്ങൾ അവിടെയുണ്ട്. അധ്യാപകർ നൽകിയ സ്നേഹവാത്സല്യത്തിൻ്റെ സുഗന്ധങ്ങളുണ്ട്. ഏതായാലും 100ാം വാർഷികം ആഘോഷിക്കുന്ന സ്കൂളിന് ഇത്തരം ഓർമ്മകൾ കൊണ്ട് നമ്മൾ ജീവൻ വിപ്പിക്കുക. വീണ്ടും നമ്മൾ ഒരിക്കൽ കണ്ടുമുട്ടുന്നു, ആ ഓർമ്മകൾ പങ്കുവെക്കുക. തീർച്ചയായും ആ ഓർമ്മകൾ, ആ നൊസ്റ്റാൾജിയകൾ നമുക്ക് വല്ലാത്തൊരു പുനർജന്മം നൽകും.